second ballot system. The second ballot system is an electoral system practicing in single member constituency. ഇപ്പോൾ ഏകാന്ത നിയോജക മണ്ഡലത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമ്പ്രദായമാണ് എന്ന് പറയുന്നത് സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം, ഈ സമ്പ്രദായം അനുസരിച്ച് a candidate is get elected on the base of getting more than 50% of the total polled votes. ഈ സമ്പ്രദായം അനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കണമെങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 50% കൂടുതൽ വോട്ട് വേണം. In a multi-party system, it is very difficult to get an absolute majority, that is more than 50% of vote to a particular candidate. ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ ഒരിക്കലും എന്ത് പറ്റത്തില്ല, ഒരു സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും 50% കൂടുതൽ വോട്ട് നേടുക എന്ന് പറയുന്നത് ഒരിക്കലും പറ്റാത്തൊരു കാര്യം ആണ്. ഇൻ സച്ച് എ സിറ്റുവേഷൻ, അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ the two candidates having highest number of votes in the first election allowed to contest in the second election. ഒന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രണ്ട് സ്ഥാനാർത്ഥികളെ രണ്ടാമതൊരിക്കൽ കൂടി എന്ത് ചെയ്യുന്നു, മത്സരിപ്പിക്കുന്നു. The ballot used in the second election is called second ballot system. ഇങ്ങനെ രണ്ടാമത്തെ ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബാലറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെക്കൻഡ് ബാലറ്റ് എന്ന് പറയുന്നത്. ഇൻ സെക്കൻഡ് ഇലക്ഷൻ ദർ ആർ ഓൺലി 2 കാൻഡിഡേറ്റ്സ്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ എന്താണ്, 2 സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളത് കൊണ്ട് ദ വിക്ടറി ഓഫ് വൺ കാൻഡിഡേറ്റ് വിത്ത് ആൻ അബ്സല്യൂട്ട് മെജോറിറ്റി ഷോ. 50% കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യാൻ കഴിയും, ജയിക്കാനായിട്ട് കഴിയും. ഫ്രാൻസ് പ്രാക്ടീസസ് ദി സിസ്റ്റം ആസ് എ ഡിവൈസ് ഓഫ് മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ. മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ ഡിവൈസ് ആയിട്ട് ഫ്രാൻസിൽ ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നുണ്ട്. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ക്യാൻ കോൺസെൻട്രേറ്റഡ് ദിയർ വോട്ട്സ് ആൻഡ് എൻഷുർ ദിയർ റെപ്രസെൻറ്റേഷൻ. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൻ്റെ വോട്ടുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഉറപ്പുവരുത്താനും കഴിയും. പിന്നെ അത് വേറൊന്നുമില്ല, ഒരു സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി പെടില്ല, കാരണം ഒന്നിലധികം കാൻഡിഡേറ്റ് എന്ത് ചെയ്യുന്നു, മത്സരിക്കാൻ കാണും. അപ്പോൾ അതുകൊണ്ട് മെജോറിറ്റി നേടാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് ബാലറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിലനിൽക്കുന്ന സമ്പ്രദായമാണ്. ഇവിടെ ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ 2 സ്ഥാനാർത്ഥികളെ എന്ത് ചെയ്യുന്നു, രണ്ടാമത് ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നു, മത്സരിപ്പിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ബാലറ്റാണ് എന്ന് പറയുന്നത് സെക്കൻഡ് ബാലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2 പേര് തമ്മിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥി എന്താകുന്നു, വിജയിക്ക് പ്രഖ്യാപിക്കും. ഇവിടെയുള്ള സമ്പ്രദായം ഏതാണ്, സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്.